ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്ന ജീവകങ്ങൾ അവയുടെ അപര്യാപ്തതകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. വൈറ്റമിൻസിൻ്റെ സൈഡിൽ തയാമിൻ, ഫോളിക് ആസിഡ്, നിയാസിൻ, പാൻറ്റോതെനിക് ആസിഡൊക്കെയാണ്. ഈ രോഗങ്ങളുടെ സൈഡിലാണെങ്കിൽ പെല്ലഗ്ര, പരസ്തീഷ്യ, ബെറിബെറി, മാക്രോസൈറ്റിക് അനീമിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഓപ്ഷനായിട്ട് നോക്കാം. തയാമിൻ, വൈറ്റമിൻ B1 രാസനാമമാണ് തയാമിൻ എന്നറിയാം. അരിയുടെ തവിടിലൊക്കെ ധാരാളമായി കാണപ്പെടുന്നൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B1 തയാമിൻ. വൈറ്റമിൻ B1 തയാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് ബെറിബെറിയാണ്. ഐ ക്യാൻറ്റ്, എനിക്ക് വയ്യ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് തയാമിൻ, വൈറ്റമിൻ B1 തയാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ബെറിബെറി. ഇനി ഓപ്ഷൻ ബി ഫോളിക് ആസിഡ്. ഓപ്ഷൻ ബി ഫോളിക് ആസിഡ് B9, വൈറ്റമിൻ B9 ആണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെയൊക്കെ നാഡീ വളർച്ചയ്ക്കും നാഡീ വികാസത്തിനൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗർഭിണികൾക്ക് നൽകുന്നൊരു വൈറ്റമിൻസും കൂടിയാണ്, പ്രഗ്നൻസി നൽകുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മാക്രോസൈറ്റിക് അനീമിയ. മാക്രോസൈറ്റിക് അനീമിയയുടെ മറ്റൊരു പേരാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. നമുക്ക് കുറച്ചുകൂടെ പരിചിതമായിട്ടുള്ള വാക്ക് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയുടെ മറ്റൊരു പേരാണ് മാക്രോസൈറ്റിക് അനീമിയ. ഇനി അടുത്ത ഓപ്ഷൻ സി, വൈറ്റമിൻ B3 ആണ് നിയാസിൻ. വൈറ്റമിൻ B3 നിയാസിൻ. നിയാസിൻ എന്ന് പറയുന്നത് തന്നെ വൈറ്റമിൻ PP എന്നാണ് അറിയപ്പെടുന്നത്. പെല്ലാഗ്ര പ്രിവെൻഷൻ വൈറ്റമിൻ. പെല്ലാഗ്രയാണ് നിയാസിൻ വൈറ്റമിൻ B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്. 4DS സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗമാണ് പെല്ലാഗ്ര. 4 Dകൾ, അതായത് ഒരു D എന്ന് വെച്ചാൽ ഡയേറിയ, വയറിളക്കം, ഒരു D ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, മറ്റൊരു D ഡെർമറ്റൈറ്റിസ്, ത്വക്കിനെ ബാധിക്കുന്ന രോഗം. ഇതൊക്കെ മൂർച്ഛിച്ച് ഡെഡ്, മരണത്തിലോട്ടൊക്കെ പോകുന്ന രോഗമാണ് പെല്ലഗ്ര. ആൻറ്റി പെല്ലാഗ്ര പ്രിവെൻഷൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നിയാസിനാണ്. അപ്പോൾ അത് കിട്ടി. അടുത്തത് പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡിൻ്റെ രോഗം നമ്മൾ തന്നെ ഓർത്തിരിക്കുക, പരസ്തീഷ്യ എന്ന് പറയുന്ന രോഗം പാൻറ്റോതെനിക് ആസിഡ്. ആഹാരപദാർത്ഥങ്ങളിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു വൈറ്റമിനാണ് പാൻറ്റോതെനിക് ആസിഡ്. അതിൻ്റെ കുറവ് മൂലം വരുന്ന രോഗമാണ് പരസ്തീഷ്യ. നമ്മുടെ കൈവെള്ളയിൽ വരുന്ന മീഡിയൽ നെർവിന് തകരാറിലായി സംഭവിക്കുന്ന രോഗം കൂടിയാണ് ഈ പറയുന്ന പരസ്തീഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ തയാമിൻ്റെ കുറവ് മൂലം ബെറിബെറി. മൂന്നാമത്തത് B എന്ന് പറയുമ്പോഴത്തേക്ക് ഫോളിക് ആസിഡിൻ്റെ കുറവ് മാക്രോസൈറ്റിക് അനീമിയ, നിയാസിൻ്റെ കുറവ് മൂലം പെല്ലഗ്ര, പാൻറ്റോതെനിക് ആസിഡിൻ്റെ കുറവ് മൂലം പരസ്തീഷ്യ. അപ്പോൾ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, താങ്ക് യു.